വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മധ്യ ഗസയിലെയും തെക്കൻ ഗസയിലെയും കൂടുതൽ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ സേന ശക്തമായ ആക്രമണം തുടരുകയാണ്. ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസികൾ പറയുന്നത് അൽ-ബുറൈജ് റെഫ്യൂജി ക്യാമ്പിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 3 ആരോഗ്യ പ്രവർത്തകർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ്. അതിനിടെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇസ്രായേലി ഗവൺമെന്റ് അനുമതി നൽകി. അനധികൃത കുടിയേറ്റത്തിന് പ്രോത്സാഹനം നൽകുന്ന ഇസ്രായേലി ധനകാര്യമന്ത്രി പറയുന്നത് ഇത് ഇസ്രായേലിനെതിരെ ഫലസ്തീൻ നടത്തിയ നിയമ നടപടികളുള്ള പ്രതികാര നടപടിയാണെന്നാണ്. മാത്രമല്ല ഇത് 5 യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ രാജ്യമായി അംഗീകരിച്ചതിനെതിരെ കൂടിയുള്ള തിരിച്ചടി കൂടിയാണെന്നാണ്. അമേരിക്ക തുടലൂരിവിട്ട വേട്ടപ്പട്ടികളുടെ ശൗര്യമാണ് കേൾക്കുന്നത്. ധിക്കാരത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച വാക്കുകൾ. ചുറ്റും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ലോകം ഒരു രാജ്യത്തെയും അവിടെ ജനങ്ങളെയും ചുട്ടരിച്ചു കളയുന്നതും പോരാ, അവരുടെ ഭൂമി തങ്ങളുടെ ജനങ്ങൾക്ക് അനധികൃതമായി പതിച്ചു നൽകുകയും ചെയ്യുക എത്ര ഹീനമായ കൃത്യമാണ്. അല്പം മനസാക്ഷിയുള്ള ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ചെയ്തികൾ. എന്നിട്ടും ലോകത്തിലെ ശക്തിമാന്മാർ നോക്കി നിന്ന് ആസ്വദിക്കുന്നു. ചിലർ ആക്രമിക്കാനും കീഴടക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു. ഇത് വർണ്ണവിവേചനത്തിന്റെ ഏകീകരണം മാത്രമാണെന്നാണ് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി ഈ തീരുമാനത്തെ ശക്തമായി അഭിലയിച്ചുകൊണ്ട് പറഞ്ഞത്. 61% അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലി മിലിറ്ററിയുടെ കൈകളിലോ അവിടുത്തെ സിവിലിയന്മാരുടെ കൈകളിലോ ആണ്. ഈ ഏരിയകളിൽ ഏകദേശം 260-ലധികം അനധികൃത താമസക്കാരോ അല്ലെങ്കിൽ ഔട്ട് പോസ്റ്റുകളോ ഉണ്ട്. ഈ വർഷം ആദ്യത്തിൽ 3500 ഹൗസിംഗ് യൂണിറ്റുകൾ കൂടി തുടങ്ങാൻ ഇസ്രായേൽ ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നു. അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ വാഷിംഗ്ടൺ ഇസ്രായേലി കുടിയേറ്റക്കാരെയും സ്ഥാപനങ്ങളെയും ഫലസ്തീനെതിരെയുള്ള ആക്രമണത്തിന് സഹായിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ട്, കാനഡ, യൂറോപ്യൻ യൂണിയൻ ഇവരൊക്കെയും അമേരിക്കയുടെ നയം പിന്തുടർന്നവരാണ്. ഇവരൊക്കെയും ഫലസ്തീൻ മണ്ണ് കൈയടക്കാൻ ഇസ്രായേലി കുടിയേറ്റക്കാരെ സഹായിച്ചവരാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ 7 മുതൽ 173 കുട്ടികളടക്കം 553 ഫലസ്തീനികളാണ് കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയ ഐക്യരാഷ്ട്രസഭ മേധാവി ഈ വെസ്റ്റ് ബാങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫലസ്തീൻ ഭവനങ്ങളിൽ അടിച്ചിരുത്തി അവിടങ്ങളിൽ നിയമാനുസൃതമല്ലാത്ത ഇസ്രായേൽ കുടിയേറ്റക്കാരെ നിയമാനുസൃതമാക്കി തീർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹമാസുമായും ലബനനുമായുള്ള യുദ്ധത്തിന്റെ മറവിൽ ഇസ്രായേൽ അതിന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അമേരിക്കയുടെ പിൻബലവുമുണ്ട്. സുജയിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡും ഇസ്രായേലി സേനയും തമ്മിൽ കനത്ത പോരാട്ടം തുടരുകയാണ്. ഹമാസ് സൈനിക വിഭാഗത്തിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഹമാസും, അതേസമയം തങ്ങളുടെ 4 സൈനികർ കൊല്ലപ്പെടുകയും 5 സൈനികർക്ക് സാരമായ പരിക്കുപറ്റിയതായും ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം 4 സൈനികരല്ല കൊല്ലപ്പെട്ടതെന്നും അതിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ പരിക്കേറ്റ സൈനികരെ രക്ഷപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളിൽ കൂടുതൽ കാഷ്വാലിറ്റി ഇസ്രായേലിന്റെ സൈനിക വിഭാഗത്തിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ലബനോൻ അതിർത്തിയിൽ സംഘർഷം ശക്തി പ്രാപിക്കുന്നുണ്ട്. ഹിസ്ബുല്ല ഇസ്രായേലിലെ ഒരു കെട്ടിടത്തിന് നേരെ നടത്തിയ ഒരു ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലബനൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുല്ലയെ പുറത്താക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഏത് നിമിഷവും ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള ശക്തമായ യുദ്ധം ആരംഭിക്കാം.